ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെ ഒരു ഡീസെൻട്രലൈസ്ഡ് സോഫ്റ്റ്വെയർ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ വാലറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ഒഫീഷ്യൽ ടെലഗ്രാം ചാനലായിട്ടുള്ള ക്രിപ്റ്റോ ടുബിയിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ. അപ്പോൾ അതിൽ നമ്മൾ ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകൾ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ മിസ്സാക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. സോഫ്റ്റ്വെയർ വാലറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ട് ടോൺ ഹബ് എന്ന് പറയുന്ന വാലറ്റാണ് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലാ വാലറ്റുകളുടെയും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓർത്തിട്ട് നിങ്ങൾ ബോധേടാവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ടോൺ ഹബ് എന്ന് പറയുന്ന വാലറ്റ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആൻഡ്രോയിഡ് യൂസേഴ്സിൻ്റെ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആപ്പിൾ ഐഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാലറ്റൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അടിപൊളിയായിട്ടുള്ളൊരു ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ടോൺ ഹബിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാലറ്റ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വാലറ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. വാലറ്റൊക്കെ യൂസ് ചെയ്യാൻ അറിയില്ലാത്ത ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു വാലറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഗെറ്റ് എ ന്യൂ വാലറ്റ്, അതുപോലെ ഐ ഓൾറെഡി ഹാവ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു വാലറ്റ് ഉണ്ടെങ്കിൽ, അതായത് ടോൺ കീപ്പർ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ വാലറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വാലറ്റിൻ്റെ പ്രൈവറ്റ് കീ സീഡൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് മിറർ ചെയ്യാന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റും. അവിടെ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ഓൾറെഡി ഹാവ് വൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു സംഭവം ടിക്ക് ഇടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ടിക്ക് ഇട്ടതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പം ഇവിടെ എൻ്റർ ബാക്കപ്പ് കീ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു പേജിൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 വേർഡ്സ് ഉണ്ടാവും. നമ്മൾ ആ ഒരു വാല്യൂ കൊടുത്ത് 24 വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഒരു വേർഡ്സ് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ആ ഒരു വാലറ്റ് ഇവിടെ മിറർ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഓൾറെഡി വാലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് മിറർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു 24 വേർഡ്സിൻ്റെ കാര്യമില്ല, അത് ഞാൻ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പുതിയതായിട്ടൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഗെറ്റ് എ ന്യൂ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ അല്ലേ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ടിക്ക് ഇട്ടിട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബട്ടൺ വരും. അപ്പോൾ അതിൽ ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ഈ ഒരു 24 വേർഡ്സിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. ഇതിപ്പം സേവ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സ്ക്രീൻഷോട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറൊരു ഫോണിലെങ്ങാനും ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ഫോട്ടോ അങ്ങ് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോ നിങ്ങൾ ഒരിക്കലും കളയരുത്. ഈ ഒരു വാലറ്റ് നിങ്ങൾ മുന്നോട്ട് സെക്യൂർഡായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കളയരുത്. കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ബാക്കപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം എല്ലാം നിങ്ങൾ ഫോട്ടോ എടുക്കും. അപ്പോൾ അങ്ങനെ എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ഓക്കെ ഐ സേവ്ഡ് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു പാസ്വേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 4 അക്ക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനൊരു 4 അക്ക പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇനേബിൾ ബയോമെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇനേബിൾ ചെയ്യുക. കാരണം അതിനകത്ത് ഫിംഗർ ഉള്ളതുകൊണ്ട് നമ്മൾ അതാണ് സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ വാലറ്റിലോട്ട് വരുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് വേറെ ഒരു സംഭവം നമുക്ക് ചെയ്യാനായിട്ടില്ല. ഞാൻ പറഞ്ഞ ആ 24 വേർഡ്സ് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ മതി. വേറെ ഒരു സംഭവം വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ടോൺ ബ്ലോക്ക് ചെയിനെ സപ്പോർട്ട് ചെയ്യുന്ന വാലറ്റ് ആയതുകൊണ്ട് തന്നെ, സോഫ്റ്റ്വെയർ വാലറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാലറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളിപ്പം അറിയാലോ, ടെലഗ്രാമിൽ നിന്നൊക്കെ നമ്മൾ എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് എല്ലാ എയർ ഡ്രോപ്പിൻ്റെയും ബ്ലോക്ക് ചെയിൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോണാണ്. അപ്പം ടോൺ എന്ന് പറയുന്ന കോയിൻ നമ്മൾ വാലറ്റിൽ കീപ്പ് ചെയ്തേ മതിയാവും. അങ്ങനെ വാലറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ടോൺ എന്ന് പറയുന്ന ബ്ലോക്ക് ചെയിനിൽ വരുന്ന ഏതൊരു എയർ ഡ്രോപ്പുകളും നമ്മൾ ഇവിടുന്ന് എക്സ്ചേഞ്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്കത് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ ഫീ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളുടെ ആകെയുള്ള അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിട്ടുന്ന ഫീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ടോണിനെ സപ്പോർട്ട് ചെയ്യുന്ന വാലറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ടോൺ ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു 200-300 രൂപയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ടോൺ ഇതിനകത്ത് മേടിച്ച് ഹോൾഡ് ചെയ്യുക. അപ്പോൾ അങ്ങനെ മേടിച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൽക്കാലത്തോട്ട് നിങ്ങൾ എയർ ഡ്രോപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എയർ ഡ്രോപ്പൊക്കെ ക്ലെയിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് ഉപകാരപ്പെടും. അപ്പോൾ അത് ഒന്നാമത്തെ പോയിന്റ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. അതായത് ഒരു സെക്യൂരിറ്റി പർപ്പസിനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ബ്രൗസർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇനിയിപ്പം ടോൺ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേയധികം ഫേക്ക് ആയിട്ടുള്ള പ്രൊജക്റ്റുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം വരും. അപ്പം അങ്ങനെയുള്ള പ്രൊജക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൽ ഒരു വീഴ്ച സംഭവിക്കാനുള്ള ഒരു ഇടയുണ്ട്.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിനെ നമ്മൾ ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ബ്രൗസർ എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ജോയിൻ ചെയ്യുന്ന പ്രൊജക്റ്റ് ചിലപ്പം നമ്മൾ ഈ ഒരു ബ്രൗസറിൽ വന്നിട്ട്, അതായത് ഈ ഡീസെൻട്രലൈസ്ഡ് വാലറ്റിൻ്റെ ഉള്ളിലൂടെയുള്ള ബ്രൗസറിൽ വന്നിട്ട് ജോയിൻ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊജക്റ്റുകളായിരിക്കും. അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇൻകവും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നീട് ആ ഒരു പ്രൊജക്റ്റ് ഇല്ലാണ്ട് വരുന്ന സമയത്ത് നമ്മളുടെ ഈ വാലറ്റിൽ നിന്നുള്ള ആക്സസ് ഒക്കെ ഓൾറെഡി ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ആ ഒരു പ്രൊജക്റ്റ് പോയതിന് ശേഷം നമ്മളിത് ശ്രദ്ധിക്കാണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വാലറ്റിലോട്ട് നമ്മളുടെ പേഴ്സണൽ വാലറ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ കുറേയധികം കോയിൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യും. അതുപോലെ തന്നെ കുറേ എയർ ഡ്രോപ്പുകൾ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാവോ, നമ്മൾ ചെയ്ത ആ ഒരു സൈറ്റിൽ ആക്സസ് ഉള്ളതുകൊണ്ട് അവർ ചിലപ്പോൾ വലിക്കാൻ ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ പേഴ്സണലായിട്ട് വാലറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ, അതായത് നിങ്ങൾ ഇതിനകത്ത് ബ്രൗസറിൽ നിന്ന് വേറൊരു കണക്ഷനും കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. പേഴ്സണലായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു 24 വേർഡ്സ് നിങ്ങളുടെ കയ്യിൽ ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ വാലറ്റ് സേഫ് തന്നെ ആയിരിക്കും. വേറൊരാളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് അല്ല. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഈ വാലറ്റുകളൊക്കെ യൂസ് ചെയ്യാനായിട്ട് നോക്കിയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാലറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടൊരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.